ഇന്നലെ രാത്രി ഗബ്രിയും ജാസ്മിനും തമ്മിൽ ചെറിയ രീതിയിൽ പിണങ്ങി. ഗബ്രിക്ക് ജാസ്മിൻ പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും പറഞ്ഞ് ജാസ്മിൻ വൻ കരച്ചിലൊക്കെയായിരുന്നു. വാഷ്റൂം സൈഡിലുള്ള സോഫയിലിരുന്നാണ് ഇരുവരും സംസാരിച്ചിരുന്നത്. ഗബ്രി ഫിലോസഫിയിലൂടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഫിലോസഫി പറയുന്നത് കേൾക്കാൻ ജാസ്മിന് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. ഇതാണ് ഗബ്രിക്ക് ഫീൽ ചെയ്തത്. തനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഇഷ്ടമുള്ള ആളാണത് പറയുന്നതെങ്കിൽ താൻ കേട്ടിരിക്കുമെന്നാണ് ഗബ്രി പറയുന്നത്. എന്നാൽ ജാസ്മിൻ നേരെ തിരിച്ചാണ്. തങ്ങൾ ഫ്രണ്ട്സുകളുമായി സംസാരിക്കുമ്പോൾ തനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണെങ്കിൽ താൻ അധികം കേട്ടിരിക്കാറില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞും ചെറിയ പേഴ്സണൽ കാര്യങ്ങളും പറഞ്ഞും ഇരുവരും തമ്മിൽ ചെറുതായി പിണങ്ങിയിരുന്നു. ഇതുകൊണ്ടാണ് ജാസ്മിൻ കരഞ്ഞതും. ഒരുപാട് നേരം കൊതുകിന്റെ കടിയെല്ലാം കൊണ്ട് ഗബ്രിയും ജാസ്മിനും വാഷ്റൂം സൈഡിൽ നിന്നും തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ജാസ്മിൻ തൻ്റെ വീക്ക്നെസ് ജനങ്ങൾ കാണുന്നത് തനിക്കിഷ്ടമല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് താൻ അധികം കരയാതെ പിടിച്ചു നിൽക്കുന്നത് എന്നെല്ലാം ഗബ്രിയോട് പറയുന്നുണ്ടായിരുന്നു. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കവേ കുറച്ചു സമയത്തിന് ശേഷം ബിഗ് ബോസ് വീട് മൊത്തം സൈലൻ്റായി. ഇതെന്തു പറ്റി, പെട്ടെന്ന് സൈലൻ്റ് ആയല്ലോ എന്ന് പറഞ്ഞ് ഗബ്രിയും ജാസ്മിനും അവിടെ നിന്നും ലിവിംഗ് റൂമിലേക്ക് മാറി. ജാസ്മിൻ നൈസായിട്ട് ഗബ്രിയെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് ഇവരുടെ കോൺവെർസേഷനിൽ നിന്നും വ്യക്തമാണ്. എന്നാൽ ഗബ്രി അതിന് ഒട്ടും തയ്യാറാവുന്നില്ല. ഗബ്രി ഇപ്പോൾ പണ്ടത്തെ പോലെ തന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ ജാസ്മിൻ ഇടയ്ക്ക് പറയുന്നുണ്ട്. താൻ എപ്പോഴും ഗബ്രിയുടെ കൈപിടിച്ചിരിക്കുന്നത് തനിക്ക് എന്തോ ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നത് കൊണ്ടാണെന്നും വേറെ രീതിയിലൊന്നും എടുക്കരുതെന്നുമെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട്. ഇതിനുശേഷം തനിക്കിവിടെ കംഫർട്ടായിട്ടുള്ള ആൾ ആരാണെന്നൊക്കെ ഗബ്രിയോട് ചോദിക്കുന്നുണ്ട്. രണ്ടുപേർക്കും കംഫർട്ടായിട്ടുള്ള ആൾ റസ്മിനാണ്. ബാക്കി ആരും തന്നെ ഇവരെ അടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. താൻ അടുത്തു പോകുമ്പോൾ അവരുടെ ഇഷ്ടക്കേട് തനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ജാസ്മിൻ പറയുന്നു.